പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യായുടെ പുസ്തകം 56-ാം അധ്യായം, അതിൽ 7-ഉം 8-ഉം തിരുലിഖിതങ്ങൾ. എൻ്റെ പ്രാർത്ഥനാലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ഇസ്രായേലിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരെ തിരികെ കൊണ്ടുവരുന്ന ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതുവരെ ശേഖരിച്ചത് കൂടാതെ ബാക്കിയുള്ളവരെയും ഞാൻ ശേഖരിക്കും. ഞാൻ ഓർക്കേണ്ട അന്തോനി എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ കാര്യം. അപ്പോൾ അദ്ദേഹത്തിന് ചെറുപ്പം തൊട്ട് മദ്യപാനം, ഏതാണ്ട് 10-30 വർഷത്തിലധികമായി അദ്ദേഹം പുകവലിച്ച്, അദ്ദേഹം മദ്യപിച്ച്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തെ ഇതുപോലൊരു വചന ശുശ്രൂഷയ്ക്ക് കൊണ്ടുവന്ന്, യേശു അദ്ദേഹത്തിൻ്റെ മേൽ ശുദ്ധജലം തളിച്ചു. എൻ്റെ പേര് അന്തോണി, രൂപത തൃശ്ശൂർ എന്ന് നമ്മുടെ അന്തോണിയേട്ടനാണ് പറയുന്നത്. ഇടവക കൂനമ്മുച്ചി എന്നാ പറയുന്നത്. അങ്ങനെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. 16 വയസ്സ് മുതലേ മദ്യപാനത്തിന് വലിയ അടിമപ്പെട്ട് കഴിഞ്ഞിരുന്ന ആളാണ്. 16 വയസ്സില് ഇവിടെ വന്ന് കഴിഞ്ഞ വർഷം 16 വയസ്സ് തൊട്ട് കഴിഞ്ഞ വർഷം ഫെബ്രുവരി 5-ാം തീയതി തൊട്ട് 10-ാം തീയതി വരെയുള്ള ധ്യാനം കൂടിയതിന് ശേഷം ഇന്ന് വരെ ഞാൻ കുപ്പിയും ഗ്ലാസും കണ്ടിട്ടില്ല. അന്തോണിയേട്ടന് പിന്നെ കുപ്പി ഗ്ലാസ്. ഇതിൻ്റെ പുറമെ എൻ്റെ മകൾക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുകയും ചെയ്തു. മകളുടെ വിവാഹം അതിമനോഹരം. കുടുംബത്തിൽ അതിനുശേഷം കുടുംബത്തിലെ തടസ്സങ്ങൾ അങ്ങോട്ട് മാറി. ദൈവമേ, അന്തോണിയേട്ടാ, അല്ല ഇതിപ്പോൾ വയസ്സ് എത്രയുണ്ടാവും? 54 വയസ്സ്. 37 വർഷമായി. 16 വയസ്സ്. അപ്പോൾ 37 വർഷം ഒരു ദിവസം മുടങ്ങിയിട്ടില്ല. വർഷം ഇതുമാതിരി നല്ല മര്യാദയ്ക്ക് കുടിച്ചോണ്ടിരുന്ന ആളാണ്. പുകവലി ഉണ്ടോ? മദ്യത്തിന് ചേട്ടനും അനിയനും ഒന്നിച്ചാണല്ലോ. മദ്യത്തിനൊപ്പം പുകയുണ്ട്. മദ്യപാനവും മദ്യപാനവും പുകവലിയും 37 വർഷം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ അട്ടപ്പാടിയിൽ വന്ന് 5 ദിവസത്തെ ഒരു ധ്യാനം അങ്ങോട്ട് കൂടി. വചനം കേട്ട് കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം അവിടുന്ന് വചനത്താൽ കഴുകി വെണ്മയുറ്റവനാക്കി. വചനത്താൽ കഴുകി 37 വർഷത്തെ പുകവലിയുടെ മദ്യപാനത്തിന് കറയെല്ലാം കഴുകി ആത്മാവിനെ വെണ്മയുറ്റ ആത്മാവാക്കി മാറ്റി. ഈ 37 വർഷത്തിൽ പല തവണ അന്തോണി ചേട്ടൻ വിചാരിച്ചിട്ടുണ്ട് ഇതൊന്ന് നിർത്തണമെന്ന്. എല്ലാ ദിവസവും വിചാരിക്കും, സാധിക്കുന്നില്ല. അന്തോണി ചേട്ടൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി, ക്ലിയറാണ്. ഉള്ള കാര്യം തുറന്നു പറയും. പ്രൈസ് ദി ലോർഡ്. കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും വിചാരിക്കും ഇന്നത്തോടുകൂടി നിർത്തും, നാളെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഈ 37 വർഷമായിട്ട് നിർത്താൻ പറ്റിയിട്ടില്ല. എന്നാൽ ഈ ധ്യാനം കൂടി ഈശോ വചനത്താൽ കഴുകി ആത്മാവിനെ വെണ്മയുറ്റതാക്കി ദൈവകൃപ നിറച്ച് പിന്നെ കുപ്പിയും ഗ്ലാസും കണ്ടിട്ടില്ല ഇതുവരെ. അല്ലേ? എന്താ ഉണ്ടായത് അല്ലേ? അതോടുകൂടി നിർത്തി. പിന്നെ ആ കഴിക്കുന്ന ആൾക്കാരെ പോലും കണ്ടിട്ടില്ല. കൂട്ടുകാർ അവരുടെ ആ ഒരു എല്ലാം അങ്ങോട്ട് ആ സന്തോഷം വേണ്ട, കംപ്ലീറ്റ് ആ ഭാഗം അങ്ങോട്ട് ക്ലോസ് ചെയ്ത്. നമ്മൾ ചില ഭാഗം കെട്ടിയടക്കില്ലേ, അതേമാതിരി ആ ഭാഗം കെട്ടിയടച്ച് ആ കൂട്ടുകെട്ട് ആ സന്തോഷം ഇനി വേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിൽ 77-ാം അധ്യായം 2 തൊട്ട് 9 വരെ തിരുലിഖിതങ്ങൾ. കഷ്ടദിനങ്ങളിൽ ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നു, രാത്രി മുഴുവൻ ഞാൻ കൈവിരിച്ച് പിടിക്കുന്നു, ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാനായില്ല. ഞാൻ ദൈവത്തെ ഓർക്കുകയും വിലപിക്കുകയും ചെയ്യുന്നു. ഞാൻ ധ്യാനിക്കുകയും
എൻ്റെ മനസ്സ് ഇടിയുകയും ചെയ്യുന്നു. കണ്ണ് ചിമ്മാൻ അവിടുന്ന് എന്നെ അനുവദിക്കുന്നില്ല. സംസാരിക്കാനാവാത്ത വിധം ഞാൻ ആകുലനാണ്. ഞാൻ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുന്നു, പണ്ടത്തെ സംവത്സരങ്ങളെ ഞാൻ സ്മരിക്കുന്നു. രാത്രിയിൽ ഞാൻ ഗാഢചിന്തയിൽ മുഴുകുന്നു. ഞാൻ ധ്യാനിക്കുകയും എൻ്റെ ആത്മാവിൽ ഈ ചോദ്യം ഉയരുകയും ചെയ്തു: കർത്താവ് എന്നേക്കുമായി എന്നെ തള്ളിക്കളയുമോ? ഇനി ഒരിക്കലും അവിടുന്ന് പ്രസാദിക്കുകയില്ലേ? അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചുവോ? കൃപ കാണിക്കാൻ എൻ്റെ ദൈവം മറന്നുപോയോ? അവിടുന്ന് കോപത്തിൽ തൻ്റെ കരുണയുടെ വാതിൽ അടച്ചു കളഞ്ഞുവോ? ഒരു ആത്മാവിൻ്റെ വേദനയാണ്. ഈ ആത്മാവിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ ആത്മാവ് ഒരിക്കൽ ദൈവത്തിൻ്റെ നന്മ അനുഭവിച്ച ആത്മാവാണ്. ഒരിക്കൽ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്ന ആത്മാവാണ്. എന്നാൽ ജീവിതത്തിൻ്റെ ചില പ്രത്യേക സാഹചര്യത്തിൽ, ജീവിതത്തിൻ്റെ ചില പ്രത്യേക അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ദൈവത്തെ ഉപേക്ഷിച്ച് പോയി. പിന്നീട് ഈ ആത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു അനുഭവം കിട്ടുന്നില്ല. ഈ ആത്മാവ് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സന്നിധി വരുമ്പോൾ ഒരുപാട് മനോഭാരമാണ്. എന്താ മനോഭാരം? എന്നാലും ഞാനിങ്ങനെ ചെയ്തില്ലേ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ സന്നിധി വരുമ്പോൾ പ്രാർത്ഥിക്കാനോ കർത്താവിനെ വിളിക്കാനോ സാധിക്കുന്നതിന് മുമ്പ് സ്വന്തം ജീവിതത്തിൻ്റെ വേദനകളും സ്വന്തം ജീവിതത്തിൻ്റെ കറുത്ത പാവകരമായ പ്രവർത്തികളുടെ ആ കറുത്ത അധ്യായങ്ങളെല്ലാം ഓർമ്മ വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഓർമ്മ വന്നപ്പോൾ ഈ ആത്മാവ് ചോദിക്കുകയാണ്: എൻ്റെ ദൈവം ഇനി എന്നോട് ക്ഷമിക്കുമോ? എൻ്റെ ദൈവം കരുണയുടെ വാതിൽ എന്നേക്കുമായി അടച്ചു കളയുമോ? കാരണം എൻ്റെ കയ്യിൽ നിന്ന് അതുപോലെ വന്നിട്ടുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് അതുപോലെ വീഴ്ചകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഞാൻ എന്തു ചെയ്യും? എൻ്റെ ദൈവം എന്നോട് ഇനി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ഇങ്ങനെ ഒരു ആകുലത ഈ ആത്മാവിനെ ഭാരപ്പെടുത്തുകയാണ്, അലട്ടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ ഹോസിയ പ്രവാചകൻ്റെ ഗ്രന്ഥത്തിൽ ഒരു വചനഭാഗം നമ്മൾ കാണുന്നുണ്ട്. ഹോസിയ 14-ാം അധ്യായം 1 തൊട്ട് 9 വരെ വാക്യങ്ങൾ. ഞാൻ അവരുടെ അവിശ്വസ്തതയുടെ മുറിവ് ഉണക്കും, ഞാൻ അവരുടെ മേൽ സ്നേഹം ചൊരിയും. ഇത് കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട മക്കളോട് വെളിപ്പെടുത്തുകയാണ്. എനിക്ക് അവിശ്വസ്തതയുടെ മുറിവുണ്ടായാലും എൻ്റെ ദൈവം എനിക്കൊരു വാക്ക് നൽകിയിരിക്കുകയാണ്: ഞാൻ എൻ്റെ സ്നേഹം അവരുടെ മേൽ ചൊരിയും, അവരുടെ അവിശ്വസ്തതയുടെ മുറിവ് ഞാൻ ഉണക്കും. ഇത് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. 2 ദിനവൃത്താന്തം 33-ാം അധ്യായം 1 തൊട്ട് അധ്യായം മുഴുവനും ഒരു ദൈവ പൈതലിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മനാസെ എന്ന് പറഞ്ഞൊരു രാജാവിൻ്റെ ഒരു അനുഭവമാണ്. ആ രാജാവിൻ്റെ പ്രത്യേകത, ആ രാജാവ് 12-ാമത്തെ വയസ്സിൽ രാജാവായി. അദ്ദേഹത്തിൻ്റെ അപ്പനായ രാജാവ് വളരെ നീതിനിഷ്ഠന്, ദൈവത്തിന് പ്രീതിയുള്ള നല്ല രാജാവായിരുന്നു ഈ മനാസെ രാജാവിൻ്റെ അപ്പൻ. എന്നാൽ 12-ാം വയസ്സിൽ അപ്പൻ മരിച്ചു. അങ്ങനെ അപ്പനില്ലാത്തവനായി വളർന്നപ്പോൾ അവൻ്റെ മേൽ പല തരത്തിലുള്ള ധാർഷ്ട്യവും ധിക്കാരവും എല്ലാം കട്ടപിടിച്ച് ആര് പറഞ്ഞാൽ കേൾക്കാത്തവനായി. അങ്ങനെ ദൈവം പോലും ഇല്ലാത്ത ഒരു തോന്നിവാസിയായി ഈ മനാസെ രാജാവ് രൂപാന്തരപ്പെട്ടു. അതാണ് 33-ാം അധ്യായം 1 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. മനാസെ 12-ാമത്തെ വയസ്സ് രാജാവായി. അവൻ ജെറൂസലേമിൽ 55 വർഷം ഭരിച്ചു. ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ നിന്ന് കർത്താവ് തുരത്തിയ ജനതകളുടെ മ്ലേച്ഛാചാരങ്ങൾ അനുകരിച്ച് അവൻ അവിടുത്തെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. തൻ്റെ പിതാവായ ഹെസക്കിയ നശിപ്പിച്ച പൂജാഗിരികൾ അവൻ പുതുക്കി പണിതു. ബാലിന് ബലിപീഠങ്ങൾ നിർമ്മിച്ച് അക്ഷേര പ്രതിഷ്ഠകൾ സ്ഥാപിച്ചു. ആകാശഗോളങ്ങളെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു. ആ ആലയത്തിൽ അവൻ ബലിപീഠങ്ങൾ നിർമ്മിച്ചു. സ്വന്തം പുത്രന്മാരെ അവൻ ബെൻഹിന്നോ താഴ്വരയിൽ ഹോമിച്ചു. ജ്യോത്സ്യം, ആഭിചാരം, ശകുനം എന്നിവ സ്വീകരിക്കുകയും പ്രേതാവിഷ്ടരുടെയും മന്ത്രവാദികളുടെയും ഉപദേശം ആരായുകയും ചെയ്തു. കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ച് എന്ന് പറഞ്ഞാൽ സ്വന്തം പുത്രന്മാരെ ഹോമിക്കുക, സ്വന്തം മക്കളെ കൊല ചെയ്ത് ദേവന്മാർക്കും കാഴ്ച സമർപ്പിക്കുക. അങ്ങനെ ദൈവവചനം എന്ത് നിരോധിച്ചുവോ ആ നിരോധിച്ച കാര്യങ്ങൾ തന്നെ ചെയ്യുന്നതിൽ ആവേശം പൂണ്ട് നടന്ന ഒരു രാജാവാണ് ഈ മനാസെ രാജാവ്.
സ്വന്തം പാപം ചെയ്തതെന്ന് മാത്രമല്ല, അവൻ മറ്റുള്ളവരെ കൊണ്ടും രാജ്യത്തുള്ള മുഴുവൻ വിശ്വാസികളെ കൊണ്ടും പാപം ചെയ്യിച്ച് അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ വളരെ വലിയ ദുഷ്ടനായി അവൻ രൂപാന്തരപ്പെട്ടു. ചില കുടുംബങ്ങളിൽ അപ്പൻ പാപം ചെയ്യുന്നത് മാത്രമല്ല, അപ്പൻ്റെ കൂടെ മക്കളെല്ലാവരെയും ഒരുമിച്ച് ആ കുടുംബനാഥൻ പാപത്തിലേക്ക് നയിക്കും. കുടുംബം ഒന്നിച്ചാണ് പാപത്തിലേക്ക് ചാടുന്നത്. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? കർത്താവിൻ്റെ പ്രത്യേകതയാണ് എത്രമാത്രം നശിച്ചാലും ആ കുടുംബങ്ങളെ, ആ രാജ്യങ്ങളെ രക്ഷിക്കുക എന്നുള്ളത്. 10-13 വരെ വാക്യങ്ങൾ. കർത്താവ് മനാസയോടും ജനത്തോടും സംസാരിച്ചു, പക്ഷേ അവർ വക വെച്ചില്ല. ഇവിടെ ഇരിക്കുന്ന പല ആളുകളുടെയും മനസ്സിൻ്റെ ഒരു അവസ്ഥ അങ്ങനെയാണ്. ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് കർത്താവ് തന്നെ പല വ്യക്തികളിലൂടെ സംസാരിക്കും. ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാരിലൂടെ ദൈവം പറയും, മകനെ, ഇത്രയും കാലം നീ നിൻ്റെ വഴിക്ക് പോയി, ഇനി നിൻ്റെ ഇതൊക്കെ നിർത്ത്, നീ ഇനി നല്ല വഴിക്ക് തിരിയ്, നീ ഇനി പള്ളിയിൽ പോ, നീ ഇനി പ്രാർത്ഥിക്ക്, നീ പ്രാർത്ഥനയ്ക്ക് കൂട്, നീ വചനം വൈകുന്നേരം ധ്യാനത്തിന് പോ. ഇങ്ങനെയൊക്കെ നമ്മുടെ മാതാപിതാക്കളിലൂടെ ദൈവം സംസാരിക്കും. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പ് അംഗങ്ങളിലൂടെ സംസാരിക്കും. ചിലപ്പോൾ നമ്മുടെ ഇടവകയിലെ വികാരിച്ചനിലൂടെ സംസാരിക്കും. ചിലപ്പോൾ ഇതുപോലൊരു പ്രഭാഷണം ടെലിവിഷനിലൂടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് നേരിട്ട് സംസാരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ സ്വമനസ നാം പാപത്തിന് നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും വിട്ടുകൊടുത്താൽ ആ ആത്മാവിൻ്റെ പ്രത്യേകതയാണ് ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ ദൈവത്തോട് ദേഷ്യം തോന്നും, അമർഷം തോന്നും. ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നവരോടും അങ്ങനെ തോന്നും. ഇപ്പം അപ്പനമ്മമാരാണ് ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കണമെങ്കിൽ അപ്പനമ്മമാരോട് ഭയങ്കര കോപം തോന്നും, ഭയങ്കര വെറുപ്പ് തോന്നും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ വൈദികരാണ് ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത്, വൈദികരോട് ഭയങ്കര വെറുപ്പ് തോന്നി വൈദികരെക്കുറിച്ച് ഒരു 100,000 കുറ്റം അങ്ങോട്ട് പറയാൻ തുടങ്ങും. അത് നമ്മുടെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? ഹോസിയയുടെ പുസ്തകം 5-ാം അധ്യായം 4-ാം വാക്യം. തങ്ങളുടെ ദൈവത്തിൻ്റെ അരികിലേക്ക് പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു, അവർ തങ്ങളുടെ കർത്താവിനെ അറിയുന്നുമില്ല. അപ്പോൾ ഒരു പാപം ചെയ്ത് കഴിയുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സടഞ്ഞു എന്ന് മാത്രമല്ല, ആ വ്യക്തി പിശാചിൻ്റെ പ്രവർത്തന മേഖലയായി മാറി. പാപത്തിൻ്റെ അരൂപിയുടെ ഒരു പ്രവർത്തന മേഖലയായി ആ വ്യക്തിയുടെ മനസ്സ് രൂപാന്തരപ്പെട്ടു. പിന്നെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ദൈവം വന്ന് പറഞ്ഞാലോ ദൈവം വിളിച്ചാലോ ആ വ്യക്തിക്ക് കേൾക്കാൻ ഇഷ്ടമില്ല, വെറുപ്പ് തോന്നും. 2 കൊരിന്തോസ് 4-ാം അധ്യായം 3-4 തിരുലിഖിതങ്ങൾ അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളിന്ന് വചനം കേൾക്കുമ്പോൾ താല്പര്യം തോന്നുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നാശ വഴിയെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ആത്മാവ് നരകത്തിൻ്റെ വഴിയെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് പ്രാർത്ഥനയിലും ഇങ്ങനെയുള്ള വചനങ്ങളിലും ദൈവത്തിൻ്റെ സ്വരം കേൾക്കുമ്പോഴും ഉള്ളിലൊരു നൈസർഗികമായ ആഹ്ലാദം തോന്നാത്ത വിധം മനസ്സ് മാറിപ്പോയെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിലുള്ള സ്ലീഹ നമ്മൾ പഠിപ്പിക്കുകയാണ്, ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ, അത് ആഹ്ലാദം പകരുന്നില്ലെങ്കിൽ, താല്പര്യം ജനിപ്പിക്കുന്നില്ലെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദർശിക്കും. ആ സന്തോഷമില്ല. വചനം കേട്ടാലും സന്തോഷം തോന്നില്ല, വചനം കേട്ടാലും അനുതാപം ലഭിക്കില്ല, വചനം കേട്ടാലും പ്രാർത്ഥിക്കാൻ തോന്നില്ല, വചനം കേട്ടാലും അംഗീകരിക്കാൻ തോന്നില്ല. അത് കേട്ട് പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവുകയുള്ളൂ. കാരണം പാപത്തിൻ്റെ ദേവനായ ദുഷ്ടപിശാച് നമ്മുടെ മനസ്സിനെയും ഹൃദയങ്ങളെയും അന്ധമാക്കി. അങ്ങനെയുള്ളവരുടെ മനസ്സിൻ്റെ ഘടന വിശുദ്ധ ബൈബിൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നിയമാവർത്തനം 29-ാം അധ്യായം 18-19 വാക്യങ്ങൾ. അങ്ങനെയുള്ളവൻ ഈ ശാപവാക്കുകൾ കേൾക്കുമ്പോൾ കുതിർന്നതും വരണ്ടതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് നടന്നാലും സുരക്ഷിതനായിരിക്കുമെന്ന് പറഞ്ഞ് തന്നെ അനുഗ്രഹിക്കും. ഞാൻ ഇങ്ങനെ പോയാലും കുഴപ്പമൊന്നുമില്ല, എൻ്റെ ദൈവത്തിന് എന്നെ അറിയാം, എൻ്റെ ദൈവം എന്നെ ഉപദ്രവിക്കൊന്നുമില്ല, നിങ്ങൾ എന്നെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. ഇങ്ങനെ വീട്ടിൽ കിടന്ന് ചണ്ടയുണ്ടാക്കും. ഇത് നാശ വഴിയെ കൊണ്ട് ആത്മാവിൻ്റെ ചിന്തയാണ് ഈ കൊടുത്തിരിക്കുന്നത്. കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ആത്മാവ് അങ്ങനെയായി തീർന്നു.
ഞാൻ വചനം കേട്ടാലും കേട്ടില്ലേലും എനിക്കൊന്നുമില്ല, ഞാൻ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല, ഞാൻ കുമ്പസാരിച്ചാലും കുമ്പസാരിച്ചില്ലെങ്കിൽ എനിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ ഒരു രീതിയുണ്ടല്ലോ, ഈ ഒരു രീതി വിഷഫലം കായ്ക്കുന്ന കയ്പ് വൃക്ഷത്തിൻ്റെ വിഷവേരിൽ നിന്നാണത് ഉണ്ടാകുന്നത്. ജെറമിയയുടെ പുസ്തകം 18-ാം അധ്യായത്തിലെ 12-ാമത്തെ തിരുലിഖിതം. എന്നാൽ അവർ പറയും, ഇതെല്ലാം വ്യർത്ഥമാണ്, ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾ ചെയ്യും. ഓരോരുത്തരും അവനവൻ്റെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണയ്ക്കൊത്ത് പ്രവർത്തിക്കും. മനാസെ രാജാവ് അങ്ങനെയായിരുന്നു. അവന് തോന്നിയത് അവൻ ചെയ്തു. കുട്ടികളെ കൊല്ലാൻ തോന്നി കുട്ടികളെ കൊന്നു, കുട്ടികളെ കൊന്ന് രക്തം ഒഴുക്കാൻ തോന്നിയ കുട്ടികളെ കൊന്ന് രക്തം, പണ്ട് കോഴിനെ കൊന്ന് രക്തം ഒഴുക്കുന്നത് കാണാം, അതേമാതിരി കുട്ടികളെ കൊന്ന് രക്തം ഒഴുക്കുക ഒരപ്പൻ. എന്താ അപ്പൻ്റെ ഹൃദയത്തിൻ്റെ ദുഷ്ട കാഠിനം ചിന്തിച്ച് നോക്ക്. പ്രിയ ഓരോരുത്തരും അവനവൻ്റെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണയ്ക്കൊത്ത് ജീവിക്കും. എഴുതപ്പെട്ട ബൈബിളോ വചനമോ ഒന്നും അവർക്ക് ബാധകമുള്ള വിഷയമുള്ള കാര്യമല്ല. അത് അന്വേഷിക്കാനോ പഠിക്കാനോ മെനക്കെട്ടില്ല. നമ്മൾ കുറച്ചു കാലം റിപ്പീറ്റഡായി പാപം ചെയ്താൽ ആവർത്തിച്ച് കുടിക്കുക, ആവർത്തിച്ച് നുണ പറയുക, ആവർത്തിച്ച് മോഷ്ടിക്കുക, ഏതെങ്കിലും പാപങ്ങൾ ആവർത്തിച്ച് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അവരുടെ രീതികളിൽ മാറ്റം വരും. ജെറമിയയുടെ പുസ്തകം 7-ാം അധ്യായം 23 മുതൽ 26 വരെ വാക്യങ്ങൾ. കർത്താവ് പറയുകയാണ്, ഞാൻ ഒരു കാര്യം മാത്രം അവരോട് കൽപ്പിച്ചിരുന്നു, എൻ്റെ വാക്ക് കേൾക്കുക, അപ്പോൾ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ ജനവുമായിരിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുക, നിങ്ങൾക്ക് ശുഭം വരും എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല. തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണ അനുസരിച്ച് തന്നിഷ്ടം പോലെ അവർ നടന്നു, തനിക്ക് തോന്നിയതുപോലെ നടന്നു. എനിക്ക് ആണിനെ കല്യാണം തോന്നി കഴിക്കാൻ തന്നെ ആണിനെ കല്യാണം കഴിക്കും. ഒരു പെണ്ണ് വിചാരിക്കുക എനിക്ക് പെണ്ണിനെ കല്യാണം കഴിച്ചാൽ മതി എന്ന്, പെണ്ണിനെ കല്യാണം കഴിക്കുക. എന്താ പറയുക, തോന്നിയാസല്ലേ അത്. 26-ാം വാക്യം ഇങ്ങനെയാണ് പറയണത്, അവർ എന്നെ അനുസരിക്കുകയോ എൻ്റെ വാക്ക് ശ്രവിക്കുക പോലുമോ ചെയ്തില്ല. പിന്നെ എന്തു ചെയ്തു? പ്രത്യുത മർക്കടമുഷ്ടിയോടെ അവർ തങ്ങളുടെ പൂർവികന്മാരെക്കാൾ അധികം തിന്മ ചെയ്തു, ക്രൂരത കൂടി. ഒരു ഭാഗത്ത് മനുഷ്യർ വളരെയധികം ആളുകൾ നന്നായി വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ചില സ്ഥലത്ത് വളരെ മോശമായി വരുന്നുണ്ട്. നമ്മളിങ്ങനെ മുമ്പോട്ട് പോയാൽ എന്താവും? മുമ്പോട്ട് പോയി കുറച്ച് കഴിയുമ്പം നമ്മൾ ഇതുവഴി നശിക്കും, എല്ലാം നശിക്കും, കത്തിച്ചാമ്പലായി പോകുമെന്നറിഞ്ഞാലും ശരി, നമ്മളാ പാപം ഉപേക്ഷിക്കാൻ നമുക്ക് പറ്റാതെയാവും. നമ്മുടെ വഴികൾ ഉപേക്ഷിക്കാനോ നമ്മുടെ മാർഗങ്ങൾ തിരുത്താനോ നമ്മൾ കഴിവില്ലാത്തവരായി മാറും മക്കളെ. റോമ 1:32 ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണ് എന്ന ദൈവകൽപ്പന അറിഞ്ഞിട്ടും അവർ അവ ചെയ്യുന്നു. മാത്രമല്ല അങ്ങനെ ചെയ്യുന്നവരെ അംഗീകരിക്കുക. ഈ പ്രവൃത്തികളിലൂടെ പോയാൽ ആത്മാവ് നിത്യമായി നശിക്കും എന്നറിഞ്ഞാലും ശരി, അത് തന്നെ ചെയ്യും. അങ്ങനെ ചെയ്യുന്നവരെ കൂട്ടുകാരായി കൊണ്ടു നടക്കും, അങ്ങനെ ചെയ്യുന്നവരെ കമ്മിറ്റിക്കാരാക്കും, അങ്ങനെ ചെയ്യുന്നവരെ സഭയിൽ ഉൾപ്പെടുത്തും. കാരണം നമ്മളെ തെറ്റിന് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുന്നവരുടെ പ്രവൃത്തികളെ ലൈക്ക് ചെയ്ത് വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കിയെടുക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് അധികകാലം മുന്നോട്ട് പോവുകയില്ല. 2 ദിനവൃത്താന്തം 33-ാം അധ്യായത്തിൽ 10 തൊട്ട് 13 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം, കർത്താവ് മനാസയുടെ ജനത്തോട് സംസാരിച്ചു. പക്ഷേ എന്താ ചെയ്തത്? അവർ വകവെച്ചില്ല. അതിനാൽ കർത്താവ് അസീറിയ രാജാവിൻ്റെ സേനാധിപന്മാരെ അവർക്കെതിരെ അയച്ചു. അവർ മനാസയെ കൊളുത്തിട്ട് പിടിച്ച് ഓട്ട് ചങ്ങലകളാൽ ബന്ധിച്ച് അപ്പോൾ എന്ത് ചെയ്തു? അടുത്ത രാജ്യത്ത് കർത്താവ് ദുഷ്ടനായ ഒരു ഭരണാധികാരിയെ ഉയർത്തി. ക്രൂരനായ ഒരു ഭരണാധികാരിയെ അടുത്ത രാജ്യത്ത് ഉയർത്തി. അവർ ഓടിച്ചിട്ട് മനാസയുടെ എല്ലാ സൈന്യത്തെ കൊന്നൊടുക്കി. അതിനുശേഷം മനാസ എന്ന് പറഞ്ഞ രാജാവിനെ അവർ പിടിച്ചു, കെട്ടി, കൈയും കാലും കെട്ടി, ചങ്ങല കൊണ്ട് പൂട്ടി. കൈ ചങ്ങലക്ക് പുറകിലേക്ക് കെട്ടിപ്പൂട്ടി, കാല് 2 ചങ്ങലയിട്ടു. അതിനുശേഷം തുണിയെല്ലാം ഉരിഞ്ഞു കളഞ്ഞു. ചങ്ങല കൊണ്ടും ചാട്ട കൊണ്ടും കിരാതമായി തലങ്ങും വിലങ്ങും മർദ്ദിച്ച്. മനാസെ 2 കൈകളിൽ 2 കാലുകളിലും ചങ്ങലക്കിട്ട് പോതിരെ അടിയും കൊണ്ട് 10-600 കിലോമീറ്റർ പോത്തിനെ അടിച്ച് നടത്തി ശത്രു രാജ്യത്ത് കൊണ്ടുവന്ന് കിണർ പോലുള്ള വലിയൊരു ഇരുട്ടുമുറിക്കുള്ളിൽ ചങ്ങലക്കിട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇനി എന്നാണ് കൊല്ലേണ്ടത്, തൂക്കി കൊല്ലേണ്ടത് എന്നാന്ന് മാത്രം തീരുമാനിച്ചാൽ മതി. ഇപ്പോൾ ഭാര്യയില്ല, മക്കളില്ല, സിംഹാസനമില്ല, കൊട്ടാരമില്ല, കിരീടമില്ല, അധികാരമില്ല, ഒന്നുമില്ല.
സർവ്വതും നഷ്ടപ്പെട്ട് ചങ്ങലകൾ മാത്രം, ഇടയ്ക്കിടയ്ക്ക് ചങ്ങലയുടെ കിലുക്കം മാത്രം കേൾക്കാം, വേറെ ഒന്നുമില്ല, ഒന്നും കാണാനും പറ്റില്ല. അങ്ങനെ കൂരാക്കൂരിട്ട് അകപ്പെട്ടപ്പോൾ ഈ ആത്മാവിൻ്റെ ഒരു വേദനയുണ്ട്. എൻ്റെ കർത്താവ് എന്നോട് കരുണ കാണിക്കുമോ? എൻ്റെ നല്ല കാലത്ത് എന്നെ കർത്താവ് ഒരുപാട് വിളിച്ചതാ. ഞാൻ പുറംതിരിഞ്ഞ് നടന്നു, ഞാൻ ഗവനിച്ചില്ല, ഞാൻ വകവെച്ചില്ല. എൻ്റെ കർത്താവിനോട് ഇനി പ്രസാദിക്കുമോ? ഇനി ഞാൻ വിളിച്ച കർത്താവ് കേൾക്കുമോ? എനിക്ക് നല്ല കാലം തന്നതാ, ഞാനെല്ലാം തവിടുപൊടിയാക്കി. ഇപ്പം ഞാനെല്ലാം നഷ്ടപ്പെട്ട് ഇരുട്ടിറക്കി വിളിച്ച് അകലേക്ക് അത് ശത്രു രാജ്യത്ത് മറ്റുള്ളവരെ കരുണയ്ക്ക് വേണ്ടി കാത്തു കിടക്കുക. ഈ സമയത്ത് വിളിച്ച കർത്താവ് കേൾക്കുമോ? ഇതായിരുന്നു ഈ ആത്മാവിൻ്റെ സ്ഥിതി. മനാസെ അവിടെ വെച്ച് എളിമപ്പെട്ട് കർത്താവിൻ്റെ ഒരു കൃപ കിട്ടി. അവൻ എളിമപ്പെട്ട് പറഞ്ഞ്, കർത്താവെ, ചെയ്തതെല്ലാം തെറ്റിപ്പോയി, എല്ലാം ഞാൻ തവിടുപൊടിയാക്കി, എല്ലാം എൻ്റെ കൈ തന്ന് മുഴുവൻ ഞാൻ നശിപ്പിച്ചിട്ടുണ്ട്, എന്നാലും എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞൊരൊറ്റ കരച്ചിലാണ്. ആ കരച്ചിൽ കർത്താവ് കേട്ടു. അതാണ് തുടർന്നുള്ള വാക്യം. ഇത് വായിച്ചു നോക്കിയേ, 10, 11, 12, 13 വാക്യം. എന്താ പറഞ്ഞത്? കഷ്ടതയിലായപ്പോൾ അവൻ തൻ്റെ ദൈവമായ കർത്താവിനോട് കരുണയ്ക്ക് വേണ്ടി യാചിക്കുകയും തൻ്റെ പിതാക്കന്മാരുടെ മുമ്പിൽ തന്നെ അത്യധികം എളിമപ്പെടുത്തുകയും ചെയ്തു. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് പ്രാർത്ഥന കേട്ട് മനാസയെ അനുഗ്രഹിച്ചു, അവൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവന്നു. കർത്താവാണ് ദൈവമെന്ന് അപ്പോൾ അവൻ മനസ്സിലാക്കി. നോക്കിയേ, ആ ഇരുട്ടറയ്ക്കകത്തിരുന്ന് ആ ഓട്ടുചങ്ങലകളുടെ സ്വരം കേട്ട് ദിനരാത്രങ്ങൾ ആരുമില്ലാതെ ഏകാന്തതയിൽ എല്ലാം നശിച്ചിരിക്കുമ്പം അവൻ അവിടെ കടന്ന് പൊട്ടിക്കരഞ്ഞ് എളിമപ്പെടുത്തി പറഞ്ഞ്, കർത്താവേ, ഒരിക്കൽ കൂടെ കരുണ തോന്നണം. ആ പ്രാർത്ഥന ദൈവം കേട്ടു. സെക്കൻഡുകൾ മതി. ആ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവം അവനെ എഴുന്നേൽപ്പിച്ചു. അവനോട് ദൈവം പ്രവർത്തിച്ചു. അവനെ രാജ്യത്തു നിന്ന് മോചിപ്പിച്ചു. അവനെ തിരിച്ചു കൊണ്ടുവന്നു. ഇസ്രായേലിൽ വീണ്ടും സിംഹാസനം കൊടുത്തു, വീണ്ടും രാജ്യം കൊടുത്തു, വീണ്ടും അധികാരം കൊടുത്തു. അങ്ങനെ പിന്നെ അവൻ്റെ വാർദ്ധക്യം വരെ അവൻ 77 വയസ്സോളം ജീവിച്ച് 77 വയസ്സ് വരെ അവൻ പിന്നെ ഭരിച്ചു. 55 വർഷം അവൻ ഇസ്രായേലിൽ ഭരണം നടത്തി. 55 വർഷം. 12-ാം വയസ്സ് രാജാവ്. ഇപ്പോൾ മൊത്തം 77 വയസ്സ്. നോക്കിയ ദൈവം അവനെ തള്ളിക്കളഞ്ഞില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരുപക്ഷെ ഇപ്പോഴുള്ള പല ക്ലേശങ്ങളും നമ്മൾ എളിമപ്പെടാനും നമ്മൾ നമ്മുടെ ദൈവത്തെ അന്വേഷിക്കാനും അവസാനം നമ്മളെ നന്മ കൊണ്ട് അനുഗ്രഹിക്കാനും വേണ്ടിയുള്ളതായിരിക്കും. ദൈവം നമ്മളോട് സംസാരിക്കുന്ന ക്ലേശങ്ങളുണ്ട്. നമ്മുടെ ആത്മാവിനെ വീണ്ടെടുക്കാൻ വേണ്ടി ദൈവം ഇടപെടുന്ന സഹനങ്ങളുണ്ട്. എന്തായാലും ആ സമയത്ത് നമ്മൾ എളിമപ്പെടുത്തണം. അവൻ ദൈവത്തിൻ്റെ എളിമപ്പെടുത്തി, ദൈവം അത് കേട്ടു. ഇതാണ് ദൈവത്തിൻ്റെ കരുണ. എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയത്ത് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് ഞാനും നിങ്ങൾ അറിയണം. എത്രമാത്രം തകർന്ന ആളും നമ്മൾ ചാടി മറിഞ്ഞ് കർത്താവിൻ്റെ അടുത്തേക്ക് വരണം. എൻ്റെ കർത്താവ് ഇതേമാതിരി തകർന്നവനാണ് ഞാൻ. പുതിയ നിയമത്തിൽ ഈ കാര്യം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ ഈശോ പറയുന്നത് എങ്ങനെയാണ്? ഞാൻ ആടുകളുടെ ഇടയനാണ്. നല്ല ഇടയനായ യേശു ഈ രാത്രി എന്നെ മാത്രമല്ല, ഈ ദേശം നഷ്ടപ്പെടുന്ന എല്ലാ ആത്മാക്കളെ അന്വേഷിക്കുകയാണ്. നമ്മളെ ആത്മാവിനോട് ഒരുപാട് വില കൽപ്പിച്ച് ഒരുപാട് വിലയോടെ നമ്മുടെ ആത്മാവിനെ ആദരവോടെ സമീപിക്കുന്ന ഇടയനാണ് എൻ്റെ യേശു. ആടുകൾ നൂറുള്ളൊരാട്ടിടയൻ, കാടുകൾ വീണാകും പാട്ടിടയൻ, മേച്ചിൽപ്പുറം വിട്ടിട്ടാലയിൽ വന്നപ്പോ കണ്ടില്ലൊരാടിനെ ആരാവി. രണ്ട് കരങ്ങളും കൂപ്പി കണ്ണുകൾ അടച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കൈകൾ കൂപ്പി കണ്ണടച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നു. നെഞ്ചു നുറുങ്ങി കരഞ്ഞു, പാവം കണ്ണു കലങ്ങി തിരഞ്ഞു, കയ്യിൽ മെഴുകുവിളക്കു
വീണതു കണ്ടു. കോരിയെടുത്തുതൻ താടു ചേർത്തവൻ എന്നേക്കുമായി നിന്നു. ആടുകൾ നൂറുള്ളൊരാടിടയൻ. രണ്ട് കരങ്ങൾ ഉയർത്തി ഈ രാത്രി ഹൃദയത്തിൽ എളിമപ്പെട്ട് കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി അങ്ങേക്കറിയാം. ചാണകക്കൂനയിലെ ചേറിന് തുല്യം, തൊടുന്നവർ കൈ കുടയുന്ന മാർ അത്രയും പലതരത്തിൽ അധപതനങ്ങളും വേദനകളും തകർച്ചകളുണ്ട്. കർത്താവേ, ചേറിന് തുല്യമായ അന്തരീക്ഷത്തിലൂടെയാണ് എൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രാത്രി ഞങ്ങൾ ഒരു കാര്യം അറിയുന്നു, എൻ്റെ ആത്മാവ് എത്രമാത്രം ചേറിന് തുല്യമാണെങ്കിലും അങ്ങ് എന്നെ കോരിയെടുക്കും, അങ്ങ് എന്നെ വാരിപ്പുണരും. എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കാൻ അങ്ങ് താല്പര്യത്തോടെ എന്നെ അന്വേഷിക്കുകയാണ്. ഞാൻ എൻ്റെ അവസ്ഥയിൽ, എൻ്റെ അകപ്പതിച്ച അവസ്ഥയിൽ ഞാൻ നിലവിളിക്കുകയാണ്. കർത്താവേ, ഈ നോമ്പ് കാലത്ത് ഈ രാത്രി എൻ്റെ ആത്മാവിനെ തിരുക്കരങ്ങളിലേക്ക് തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിന്ന് മുള്ളുകൾക്കിടയിൽ ഉടക്കി കിടക്കുകയാണ്. പാപത്തിൽ നഷ്ടപ്പെട്ടൊരു ആത്മാവാണ്, വിശപ്പിൽ നഷ്ടപ്പെട്ടൊരു ആത്മാവാണ്, വൈരാഗ്യത്തിൽ നഷ്ടപ്പെട്ടൊരു ആത്മാവാണ്, പ്രാർത്ഥന നഷ്ടപ്പെട്ടൊരു ആത്മാവാണ്. എൻ്റെ അന്തരംഗത്തിലേക്ക് വരണമേ കർത്താവേ. രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവേ, 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 രക്ഷാനാമത്തെ ഉറക്കെ വിളിക്കുന്നു, രക്ഷയുടെ നാമത്തെ ഉറക്കെ വിളിക്കുന്നു. ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദിവ്യകാരുണ്യനാഥനായ യേശുവിനെ ഉയർത്തി ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുമ്പോൾ എത്രമാത്രം ഹൃദയം നുറുങ്ങി പൊട്ടിക്കരഞ്ഞ് നിലവിളിക്കാമോ. ആത്മാവിൻ്റെ തകർച്ച, ഹൃദയത്തിൽ തലം കെട്ടിക്കിടന്ന വേദന, ഇതെല്ലാം ദൈവ സന്നിധിയിലേക്ക് ധാരധാരയായി ജലധാര പോലെ ചൊരിഞ്ഞ് പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആബാ പിതാവേ, പിതാവേ, ഇപ്പോൾ ഇടപെടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ നിലവിളിക്കുന്നു. ഭയപ്പെടേണ്ട മകനേ, മകളേ, നിന്റെ ദൈവമല്ലേ. ആബാ പിതാവേ, ഭയപ്പെടേണ്ട മകനേ, മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. ആബാ പിതാവേ, ഭയപ്പെടേണ്ട മകനേ, മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ.